ഇനി നമുക്ക് അപ്പത്തിനും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കിഴങ്ങും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ ചീനിച്ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 4-5 പച്ചമുളക് കീറിയത്, 2 തണ്ട് കറിവേപ്പില, ഇതേം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ ഒന്നും വേണ്ട. വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ഗരം മസാല, ഇത്രയും കൂടി ചേർത്തിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ചു വെച്ചിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1.5 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. ഇനി ഇതിലേക്ക് ഒരു 4 പുഴുങ്ങിയ മുട്ട കൂടി ചേർക്കുന്നുണ്ട്. മുട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു.